ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന സുരക്ഷാ പദ്ധതി കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ ഉടമകളെയും പാർട്ട്നേഴ്സിനെയും ജീവിത പങ്കാളികളെയും അടുത്ത ബന്ധുക്കളെയും തൊഴിലാളികളെയും ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട് KHRA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G. ജയപാൽ സാറും ഈ പദ്ധതിയുടെ ചെയർമാൻ ശ്രീ VT ഹരിഹരൻ സാറും നമ്മളോടൊപ്പമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ കേരള വ്യാപാര രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. എന്താണ് ഈ KHRA സുരക്ഷാ പദ്ധതി? കേരളത്തിലെ മുഴുവൻ KHRA അംഗങ്ങളെയും തൊഴിലാളികളെയും അവരുടെ അടുത്ത ബന്ധുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. KHRA സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗം നിർഭാഗ്യവശാൽ മരണപ്പെട്ട ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഉടനടി സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. ഈ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 70,000-ഓളം വരുന്ന അംഗങ്ങളുണ്ട് ഞങ്ങൾ. ഈ അംഗങ്ങളിൽ നല്ലൊരു ശതമാനം തന്നെ ചെറിയ ചായക്കച്ചവടക്കാർ, ചെറിയ ബേക്കറിക്കാർ, അതുപോലെ തന്നെ ചെറിയ ലോഡ്ജുടമകൾ, അങ്ങനെ ഒത്തിരിയേറെ ചെറുതും ഇടത്തരക്കാരുമായിട്ടുള്ള ഏതാണ്ട് അതിൽ ഭൂരിപക്ഷം വരുന്ന 70% വരുന്ന അംഗങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ പദ്ധതി നടത്തി വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണ ഒരു ചെറിയ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് കിട്ടുന്ന ഉപജീവനം കൊണ്ട്, അവൻ്റെ വേതനം കൊണ്ട് അന്നന്നത്തെ ഉപജീവനം മാത്രമേ നടത്തി പോകുന്നു. ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ പല അംഗങ്ങളും മരണപ്പെടുമ്പോൾ ഞങ്ങൾ ആ കുടുംബത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ആ കുടുംബത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം ഭാര്യയും ഭർത്താവും കൂടി ബിസിനസ് നടത്തുകയും മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ചായക്കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാരണവശാൽ അവർ പെട്ടെന്നൊരു മരണത്തിലേക്ക് നമ്മുടെ നിർഭാഗ്യവശാൽ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ ആ കുടുംബം അനാഥമാകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ KHRA സുരക്ഷാ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ടാണ് KHRA ഇങ്ങനെ ഒരു സുരക്ഷാ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം നാം നിരന്തരം കാണുന്ന ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ, അദ്ദേഹം നിർഭാഗ്യവശാൽ മരണപ്പെട്ട ആ കുടുംബം അനാഥമാകുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് KHRA ഇങ്ങനെയൊരു സുരക്ഷാ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. എത്ര പേരെയാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ചേരുന്ന ആളുകൾ ഇത് ആവശ്യമുള്ളവരായിരിക്കും. ഒരു 20,000-ഓളം അംഗങ്ങൾ മിനിമം ഈ പദ്ധതിയിൽ ചേരണമെന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. അതും നമുക്കറിയാം, കേരളത്തിൽ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള. പക്ഷെ അതിലൊന്നും തന്നെ തൊഴിലാളികളെ ചേർത്ത് പിടിച്ചിട്ടില്ല. ഇവിടെ നാമും നമ്മുടെ തൊഴിലാളികളെയും അടുത്ത ബന്ധുക്കളെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയൊരു സൗഹൃദ ചെങ്ങലയാണ് ഈ KHRA സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് അതിനുള്ള മാനദണ്ഡങ്ങൾ? ഇത് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് KHRA എന്ന് പറയുന്ന അതിൻ്റെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് കമ്മിറ്റികൾ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്. ഇതിൽ അംഗത്വം എടുക്കുന്നതിനായിട്ട് KHRA പ്രാദേശിക ഘടകം, അതായത് യൂണിറ്റ് ഘടകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് KHRA അംഗങ്ങൾക്ക് പ്രായപരിധി ഇല്ല. അതായത് KHRA അംഗമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിത പങ്കാളിക്കും പ്രായപരിധി ഇല്ലാതെ തന്നെ ഇതിൽ അംഗത്വം എടുക്കാൻ സാധിക്കും. 80 വയസ്സോ 90 വയസ്സോ ആയ ഒരു ആൾക്ക് പോലും അത് KHRA അംഗമാണെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെ ഇതിനകത്ത് അംഗമാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 55 വയസ്സിൽ താഴെയുള്ള ഏതൊരു തൊഴിലാളിക്കും ഇതിനകത്ത് നമുക്ക് അംഗത്വം കൊടുക്കാവുന്നതാണ്. ഈ അംഗത്വം കൊടുക്കുന്നതിനുള്ള അവകാശമെല്ലാം അതിൻ്റെ റൈറ്റ് പ്രാദേശിക ഘടകത്തിലാണ്. പ്രാദേശിക ഘടകം അംഗമായിട്ട് ചേർക്കുകയും അത് ജില്ലാ ഘടകം പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന ഘടകം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഈ പദ്ധതിയിൽ അംഗമാക്കുകയാണ് ചെയ്യുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്?
HDFC ബാങ്കുമായിട്ടാണ് നമ്മൾ ഈ പദ്ധതിയുമായിട്ട് അവരുമായിട്ടാണ് ചേർന്ന് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനൊരു ആപ്ലിക്കേഷൻ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് HDFCയുമായിട്ട് ചേർന്നുകൊണ്ട്. ഏതൊരു അംഗത്തിനും ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പല ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ മുഖാന്തരം നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ കൂടെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങളും, ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ മൂലം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനും ഒപ്പം തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയം എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സാമ്പത്തികത്തിൻ്റെ ഘടന എന്ന് ഞാൻ പറയാം. അതായത് ഈ പദ്ധതിയിൽ ചേരണമെങ്കിൽ 3000 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. അതിൽ 2000 രൂപ കോർപ്പസ് ഫണ്ടായിട്ട് നമ്മൾ സ്ഥിര നിക്ഷേപമായിട്ട് നിക്ഷേപിച്ചിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. 500 രൂപ കരുതൽ തന്നെ. നമുക്കറിയാം, ഒരു മാസം പെട്ടെന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ മരണപ്പെടുകയും നമ്മൾ കളക്ട് ചെയ്യേണ്ട ഫണ്ട് യഥാസമയം വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കരുതൽ ഫണ്ടിൽ നിന്ന് ഉടനടി സാമ്പത്തിക സഹായം കൊടുക്കുന്നതായിരിക്കും. 500 രൂപ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തന ചെലവുകൾ നമുക്കറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓഫീസ് സജ്ജമാക്കിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു ആപ്ലിക്കേഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തന ചെലവിലേക്ക് ഈ 500 രൂപ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി 2500 രൂപയും ഇത് ചേരുന്ന ഉപഭോക്താവ് തന്നെ വിവിധ ആനുകൂല്യങ്ങളിലൂടെ തിരിച്ചു കിട്ടുന്ന ഒരു പദ്ധതിയും കൂടിയാണ് ഇത്. ഈ 100 രൂപ ഒരു ആശ്വാസധനമായിട്ട് കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത്, അതും എന്താണെന്ന് വിശദീകരിക്കാം. അതായത് ഇതിൽ ചേരുന്നത് ഒരു ഗ്രൂപ്പാണ്. ഇത് 20,000 പേര് അല്ലെങ്കിൽ 10,000 പേര്, അതല്ലെങ്കിൽ 15,000 പേര് ചേരുന്ന ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിർഭാഗ്യവശാൽ മരണപ്പെട്ടാൽ മറ്റുള്ളവർ ആ കുടുംബത്തിലേക്ക് ഒരു സഹായത്തിൻ്റെ കൈ നീട്ടുകയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇതൊരു ആർക്കും ഡൊണേഷനൊന്നുമല്ല, സഹായത്തിൻ്റെ കൈയാണ്. ഈ സഹായ കൈ നമ്മൾ അവർക്ക് 100 രൂപ വെച്ച് കൊടുക്കുകയും 20,000 പേര് അല്ലെങ്കിൽ 10,000 പേര് ചേർന്ന് ഒരുമിച്ചാണ് 100 വെച്ച് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന സഹായധനം എന്തെങ്കിലും ഒരിക്കലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സഹായം കൂടിയാണ് ഇത്. ഇത് വലിയൊരു സൗഹൃദ ചെങ്ങരയായിട്ടാണ് ഞങ്ങൾ അത് കണക്കാക്കിയിരിക്കുന്നത്. ആ രീതിയിൽ ഇത് ഒരു ചാരിറ്റിയും കൂടിയാണ്. മൊബൈൽ ആപ്പ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോൾ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവർ ഇതിലെങ്ങനെയാണ് പങ്കാളികളാകാൻ കഴിയും? മൊബൈൽ ആപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇത് HDFCയുമായിട്ട് സഹകരിച്ച് ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അവരവരുടെ ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ അവിടെ ഡൗൺലോഡ് ചെയ്യുകയും ഇവർക്ക് എല്ലാവർക്കും ഒരു രജിസ്റ്റർ നമ്പർ കൊടുക്കും. ആ രജിസ്റ്റർ നമ്പർ ആയിരിക്കും ഇതിൻ്റെ പാസ്വേഡ്. ആ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ കൂടി ഇവർക്ക് ഇവരുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താവുന്നതാണ്. നമുക്കറിയാം, പലപ്പോഴും ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ മക്കളുടെയോ അതല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെയോ ആൻഡ്രോയിഡ് ഫോണുകൾ കൂടെ ഈ സജ്ജീകരണമുള്ള ഫോണുകൾ കൂടെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഏത് ഫോണാണ് എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇവരുടെ പാസ്വേഡ് ഇവരുടെ ഒരു രജിസ്റ്റർ നമ്പറാണ്. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഫോണിൽ കൂടിയും ഇവർക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താനും മറ്റുള്ള അറിയിപ്പ് കിട്ടാനും ഒക്കെ അത് മുഖാന്തരം സാധിക്കുന്നതായിരിക്കും. ഒരാളിൽ അംഗമാകാൻ ചേരുന്ന സമയത്ത് നൽകുന്ന നോമിനി, ബാങ്ക് അക്കൗണ്ട് ഇതെല്ലാം പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണോ? തീർച്ചയായും നമുക്കറിയാമല്ലോ, നോമിനിയൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നോമിനിയൊന്നും ഒരു സ്ഥിരമായിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. പലപ്പോഴും നോമിനിയെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ബാങ്ക് അക്കൗണ്ട്. അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് ബാങ്ക് അക്കൗണ്ടൊക്കെ മാറിക്കൊണ്ട് വരാം. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ സ്വന്തമായിട്ട് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ഫോണിൽ കൂടെയുള്ള ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ നമുക്കിതെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള സ്വന്തമായിട്ട് ഇത് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. അതുകൂടാതെ ഈ ആപ്ലിക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് കംപ്ലീറ്റ് നിയമവ്യവസ്ഥകളും എല്ലാം ഈ ആപ്ലിക്കേഷനുണ്ട്. ഏത് സമയത്തും അതെല്ലാം പരിശോധിക്കാനും എന്തെല്ലാമാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം ഈ വ്യക്തിക്ക് സാധിക്കുന്നതായിരിക്കും. ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ അംഗത്വം നഷ്ടപ്പെടുമോ? ഹോട്ടലുകൾ അടച്ചു പൂട്ടുകയോ അല്ലെങ്കിൽ തൊഴിലാളികൾ മറ്റു തൊഴിലിടങ്ങൾ തേടി പോവുകയോ ചെയ്യുമ്പോൾ അവരുടെ അംഗത്വത്തിന് എന്ത് സംഭവിക്കും? ഈ പദ്ധതികളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ അംഗമായി ചേർന്നാൽ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയിൽ അംഗത്വം നഷ്ടപ്പെടുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 100 രൂപ വെച്ച് സഹായധനം ഒരു ചാരിറ്റി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഈ സഹായധനം
1 മാസത്തിനുള്ളിൽ നമുക്ക് കൊടുക്കണം. 1 മാസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് അംഗം പുറത്തു പോകുന്നതായിരിക്കും. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അംഗം പുറത്തു പോകുന്നതിന് തക്കതായ കാരണങ്ങളുണ്ട് എന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു അപ്പീൽ കമ്മിറ്റിക്ക് നമ്മൾ നിവേദനം മൂലം കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ 3 മാസത്തിനുള്ളിലാണ് കാലാവധിയെങ്കിൽ അപ്പീൽ കമ്മിറ്റിക്ക് അത് പരിഹരിച്ചു കൊടുക്കാനും ആ 3 മാസത്തിനപ്പുറത്ത് പോകാത്ത ഏതൊരു കേസിൽ അവരെ വീണ്ടും ഈ പദ്ധതിയിൽ ചേർക്കാനും സംസ്ഥാന അപ്പീൽ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരുന്നു. ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിൽ എങ്ങനെയാണ് അംഗത്വം എടുക്കാൻ കഴിയുന്നത്? അവരുടെ ഐഡൻറ്റിറ്റി പ്രൂഫൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അവർക്ക് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ? ഞാൻ നേരത്തെ ചോദിച്ചതിന് ഒരു മറുപടി കൂടി പറയാനുണ്ടായിരുന്നു, അതും കൂടി ആ കൂട്ടത്തിൽ പറയാം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് 100 രൂപ അത് കുടിശ്ശിക വരുത്തിയാൽ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും. രണ്ടാമത് പുറത്തു പോകുന്നത് മരണം മൂലം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ വ്യക്തി മരണപ്പെട്ട ആനുകൂല്യം കൊടുക്കുകയും ആ പദ്ധതിയിൽ നിന്ന് ആ വ്യക്തി പുറത്തു പോവുകയും. പിന്നീട് നമ്മുടെ ഹോട്ടൽ, ഏതെങ്കിലും ഒരു ഹോട്ടൽ ഉടമ ഹോട്ടൽ നിർത്തിപ്പോവുകയോ അതല്ലെങ്കിൽ ഹോട്ടൽ മാറുകയോ എന്ത് കാരണങ്ങളുണ്ടായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇല്ലാതെ വന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് മാറിപ്പോയാലോ വേറെ തൊഴിൽ സ്ഥാപനത്തിന് ജോലിക്ക് കയറിയില്ലെങ്കിലോ അതല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് മറ്റു തൊഴിലേടി പോയാലോ ഒന്നും തന്നെ അദ്ദേഹം ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഇതിൻ്റെ കണ്ടീഷൻസ്, അതായത് 100 രൂപ വെച്ച് അടയ്ക്കേണ്ട സമയപരിധിക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നുള്ളൊരു വാക്കുകൾ അവിടെ ഇല്ല. കാരണം നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തുള്ള ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതിയിൽ അംഗമായിട്ട് ചേരാവുന്നതാണ്. അത് ഇതര സംസ്ഥാന തൊഴിലാളികളും ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ളവരാണല്ലോ, അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ല. പിന്നെ ഏത് രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് ഉള്ളവരാണെങ്കിലും ആ സംസ്ഥാനത്ത് ID കാർഡുകൾ, അതായത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച ID കാർഡുകളും ഏതെങ്കിലും കാരണവശാൽ മരണം സംഭവിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ് അടക്കം ജനമരണ, ഇപ്പോൾ നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗവൺമെൻറ് അപ്രൂവലായിട്ടുള്ള മരണ സർട്ടിഫിക്കറ്റ് തന്നെ കെട്ടേണ്ടിയിരിക്കും. ആ സമയം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരണമാണെങ്കിൽ ബന്ധപ്പെട്ട യൂണിറ്റ് കമ്മിറ്റികൾ അന്വേഷിച്ച് അത് പരിശോധിക്കുകയും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ അതല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ് ഡോക്ടറുടെയോ അല്ലെങ്കിൽ അവർ പരിശോധിച്ചിരുന്ന ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ മരണ സർട്ടിഫിക്കറ്റായിട്ട് കണക്ക് കൂട്ടുന്നതായിരിക്കും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ 20,000 പേരെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അങ്ങനെ 20,000 പേര് അംഗങ്ങളായി കഴിയുമ്പോൾ വലിയൊരു തുക സമാഹരിക്കാൻ കഴിയും. അപ്പോൾ ഇതിന് പദ്ധതിയുടെ ബാലൻസ് ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് KHRയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഒത്തിരിയേറെ ചികിത്സാ ചെലവുള്ളൊരു സമയമാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഈ പദ്ധതി നല്ല രീതിയിൽ നടത്തി ഒരു ഹ്യൂജായിട്ടൊരു എമൗണ്ട് നമുക്ക് വരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ അംഗങ്ങൾക്ക് ചികിത്സാ ചെലവുകളടക്കം അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട അസുഖങ്ങൾ, നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് പോലെ ബൈപ്പാസ് സർജറിയും അതുപോലെ ലിവറും കിഡ്നി രോഗങ്ങൾ പോലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് സാമ്പത്തിക സഹായം അടക്കം കൊടുക്കാൻ ഈ പദ്ധതിക്ക് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഭാവിയിൽ ഇതിൽ ചേരുന്ന അംഗങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കാം, ഈ കൊടുക്കുന്ന തുക എങ്ങനെ കുറയ്ക്കാം, ഇങ്ങനെയല്ല തുക കുറയ്ക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ച് 100 രൂപ വെച്ച് അത് 50 രൂപയാക്കി അല്ലെങ്കിൽ 25 രൂപയാക്കി എങ്ങനെ കുറയ്ക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നടപ്പിൽ വരുത്തണമെങ്കിൽ ഈ പദ്ധതി വിജയകരമായിട്ട് കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് നന്നായിട്ട് നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കണം. പിന്നെ ഒരു കാര്യം, ഈ പദ്ധതി നമ്മൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ തന്നെ ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബൈലോ, ഒരു ലീഗൽ ഒപ്പീനിയൻ, അതിൻ്റെ ഓഡിറ്റർ റിപ്പോർട്ട് എല്ലാം വാങ്ങിച്ച് വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ വരുന്ന 1 രൂപ പോലും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് KHRയുടെ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ അതല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇതൊക്കെ ചാരിറ്റികളാണ്. പക്ഷെ അതിലൊന്നും ഉപയോഗിക്കാൻ ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഫണ്ട് ഇതിൽ വരുന്ന തുക എത്രയായാലും ഇതിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ അംഗമായിട്ട് ചേരുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യാതൊരു മാനദണ്ഡങ്ങളുമില്ല. അത് ബേക്കറി ഓണർമാരുണ്ട്, ഹോട്ടൽ ഓണർമാരുണ്ട്, റെസ്റ്റോറൻറ്റ് ഓണർമാരുണ്ട്, ചെറിയ ചായക്കടക്കാരുണ്ട്. അങ്ങനെ കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഭാഗത്തിൻ്റെ വലിയൊരു ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ
ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ KHRA നേരിട്ടാണോ നടത്തുന്നത്? അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ബന്ധപ്പെട്ട ലീഗൽ ഒപ്പീനിയനും ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് കേരള ഹോട്ടൽ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജനറൽ കൗൺസിലിൻ്റെയും തീരുമാനത്തിനനുസരിച്ച്, നമ്മുടെ ഏതൊരു തീരുമാനം ജനറൽ കൗൺസിലിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കണം. അതിൻ്റെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ അവസാന പരിശോധന നടത്തുന്നത് സംസ്ഥാന ജനറൽ കൗൺസിലും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ആയിരിക്കും. അതുമാത്രമല്ല, ഇതിന് വ്യക്തമായിട്ടുള്ള ഓഡിറ്റിംഗ് കറക്റ്റായിട്ട് നടന്നു പോകുന്നു. ഇതുകൂടാതെ ഇതിനൊരു ഘടനയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമായി സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരും വിവിധ ജില്ലകളിൽ നിന്ന്, അതായത് 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ 2 പേരടങ്ങിയ ആ 2 പേരിൽ ഒരാൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറി ആയിരിക്കണം. അങ്ങനെ ഉള്ള ഒരു സമിതിയാണ് ഇതിൻ്റെ സംസ്ഥാനതല അപ്പീൽ സമിതി. അതുപോലെ തന്നെ ജില്ലാതല അപ്പീൽ സമിതി എന്ന് പറയുന്നത് ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വർക്കിംഗ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരാൾ ചേർന്നാണ് ഇതിൻ്റെ ജില്ലാതല സമിതി. ഇതിൻ്റെ യൂണിറ്റ് തല സമിതി എന്ന് പറയുന്നത് യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ യൂണിറ്റിലെ 4 അംഗങ്ങൾ കൂടി ചേർന്നാണ് ഇതിൻ്റെ യൂണിറ്റ് തല കമ്മിറ്റി. സംസ്ഥാനതല കമ്മിറ്റിയിലും ജില്ലാതല കമ്മിറ്റിയിലും രക്ഷാധികാരികളും ഇതിൽ അംഗമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഘടന. അപ്പോൾ വ്യക്തമായ പരിശോധനകൾ, അതായത് താലൂക്ക് യൂണിറ്റ് തല പരിശോധനകൾ, ജില്ലാതല പരിശോധനകൾ, സംസ്ഥാനതല പരിശോധനകൾക്ക് ശേഷമായിട്ടായിരിക്കും ഒരംഗത്തെ ചേർക്കുന്നതും. അതുപോലെ തന്നെ അംഗം മരണപ്പെട്ടാൽ ഈ 3 കമ്മിറ്റികളും പരിശോധിച്ചായിരിക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ആനുകൂല്യം കൊടുക്കുന്നതിനും 1 മാസത്തിനുള്ളിൽ, പരമാവധിയായിട്ട് 1 മാസം, എന്ന ഒരു വ്യക്തി മരണപ്പെട്ടാലും കഴിയുന്നത്ര വേഗത്തിൽ ആ കുടുംബത്തിലേക്ക് ഈ 10 ലക്ഷം രൂപ എത്തിക്കുമെന്നുള്ളതാണ് സംഘടന തീരുമാനിച്ചത്. ഒരംഗം മരണപ്പെട്ടാൽ എങ്ങനെയാണ് ധനസഹായം ലഭ്യമാക്കുക? അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരംഗം മരണപ്പെട്ടാലും മരണ സർട്ടിഫിക്കറ്റ് വേണമല്ലോ നമുക്ക്. അപ്പോൾ അത് എങ്ങനെയാണ് മരണ സർട്ടിഫിക്കറ്റ്? കേരളത്തിനകത്താണെങ്കിൽ നമുക്കത് പ്രാദേശിക തല കമ്മിറ്റി അത് ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ആ മരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ട്, മറ്റുള്ള രേഖകൾ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കിടന്നാണ് മരണപ്പെട്ടതെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിലവിലുള്ള അവിടുത്തെ പഞ്ചായത്ത് അംഗത്തിൻ്റെ നിന്ന് മരണ സർട്ടിഫിക്കറ്റ്, ഒപ്പം തന്നെ യൂണിറ്റും ഒരു മരണ സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കഴിയുന്നത്ര നേരത്തെ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് എത്തിച്ചു കൊടുക്കും. എല്ലാത്തരം മരണങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ? ഉദാഹരണത്തിന് ആത്മഹത്യ, കൊലപാതകം എന്നിങ്ങനെയുള്ള മരണങ്ങൾ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നുണ്ടോ? എല്ലാം, ആത്മഹത്യയായാലും കൊലപാതകമായാലും മരണപ്പെടുന്ന എല്ലാവർക്കും ഈ ഫണ്ടിന് അർഹതയുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നിയമപരമായ ചില പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യക്കും കൊലപാതകത്തിനും മാത്രം നമ്മൾ അപ്പീൽ കമ്മിറ്റിയുടെ സ്പെഷ്യൽ അനുമതി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളൊക്കെ പിന്നീട് കൊലപാതകങ്ങളാണെന്ന് പോലും പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. കൊലപാതകം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നോമിന് തന്നെ ഒരു പക്ഷേ കൊലപ്പെടുത്താം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ആത്മഹത്യക്കും കൊലപാതകത്തിനും മാത്രം അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്. അവിടെയും അടിവരേണ്ടൊരു കാര്യം പറയാം, ഫണ്ട് കൊടുക്കാതിരിക്കാനല്ല, ആ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്. അതുപോലെ മരണം പോലെ തന്നെ ഒരു ദുഃഖകരമായ അവസ്ഥയാണ് പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മരിക്കുന്നില്ല, പക്ഷേ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിലിറ്റി നമുക്ക് മരിച്ച പോലെ തന്നെയാണ്. നമുക്ക് വേറൊരു നിർവാഹമില്ല, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ലൈഫിൽ. മരണത്തെക്കാൾ ദുരിതപൂർവ്വമായിരിക്കും ജീവിതം. അങ്ങനെയുള്ള അവസ്ഥകൾ, ഈ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിലിറ്റി പോലുള്ള അവസ്ഥകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കറിയാം, പെർമനൻ്റ് ആയിട്ട് ഡിസബിലിറ്റി ഉള്ളവർക്കും കൊടുക്കേണ്ടതാണ്. പക്ഷെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തുടക്കം തന്നെ എല്ലാം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിൽ വരുത്തുകയും അതിനുശേഷം എങ്ങനെ കഴിയുന്നത്ര കൂടുതൽ ആളുകളെ സഹായിക്കാം എന്ന് വീണ്ടും വിലയിരുത്തുകയും ആ വിലയിരുത്തലിന് ശേഷം ഇങ്ങനെയുള്ളവർക്കും കൂടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉടനടി തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായാൽ ഏത് കോടതിയാണ് സമീപിക്കേണ്ടത്? നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്,
ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളും എറണാകുളം കോടതിയുടെ അധികാരപരിധിക്കുള്ളിലായി. മൊബൈൽ ആപ്പ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ. മൊബൈൽ ആപ്പ് ഇല്ലാത്ത ഫോൺ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവർ എങ്ങനെയാണ് ഇതിൽ പങ്കാളികളാവുക, എങ്ങനെയാണ് അവർക്കും കൂടി ഇതിനകത്ത് പങ്കാളികളാകാൻ കഴിയുന്നത്? ഞാൻ നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് ഈ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിൽ അവരുടെ മക്കളെ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ജീവിത പങ്കാളിക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാം. ആ രീതിയിൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളെയും കൂടി അല്ലെങ്കിൽ അവരുടെ ഫോണോ അവരുടെ സഹായത്തോടു കൂടി തന്നെ ഈ പദ്ധതി നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയും. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാലം മാറി വരുന്നതനുസരിച്ച് എല്ലാം നമ്മുടെ കൈക്കുള്ളിലേക്ക് എത്തുമ്പോൾ അതനുസരിച്ച് തന്നെ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഈ പദ്ധതി നമ്മൾ നടപ്പിൽ വരുത്തുന്നത്. ഈ പദ്ധതി അംഗങ്ങളാകുന്നവർക്ക് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുമോ? ഞാൻ പദ്ധതിയെപ്പറ്റി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ പദ്ധതി നടപ്പിൽ വന്ന് ഒരു കാലാവധിക്ക് ശേഷം, അതായത് നമ്മളൊരു പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ ഇപ്പോൾ ഒറ്റ ലക്ഷ്യമുള്ളൂ, നമ്മുടെ കുടുംബത്തിൽ നിർഭാഗ്യവശാൽ മരണപ്പെട്ടാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ എത്തിക്കുക. അതിനുശേഷം ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം, അതായത് എത്ര പേര് ചേരും, എന്തോരും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് നടപ്പിലാക്കുമ്പോൾ ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടത്താൻ കഴിയും. ഇത് കേരളത്തിലെ മുഴുവൻ KHRA അംഗങ്ങൾക്കും ഗുണപ്രദമായ രീതിയിൽ, എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇൻഷുറൻസ് പോലും നമുക്കിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ഈ പദ്ധതിയിലൂടെ നടപ്പിൽ വരുത്താം എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പദ്ധതിയിൽ അംഗങ്ങളാകാൻ പ്രത്യേക പ്രായപരിധി ഉണ്ടോ? അതായത് നിലവിലുള്ള KHRA അംഗങ്ങൾക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് പ്രായപരിധിയില്ല. എത്ര വയസ്സായാലും അവർക്ക് ചേരാം. ആ സമയം മറ്റുള്ള എല്ലാവർക്കും, ഉറ്റ ബന്ധുക്കൾക്ക്, തൊഴിലാളികൾക്കൊക്കെ പ്രായപരിധി 55 വയസ്സായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ഇപ്പോൾ ചേർക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം ഈ പദ്ധതിയുടെ ഒരു മാസാചരണമാണ്. പക്ഷേ ഈ പദ്ധതി നിലവിൽ വരുന്നത് ജൂലൈ 1 മുതലാണ്. അന്ന് മുതൽ മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ജൂലൈ 1 വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയമാണ്. ജൂലൈ 1 ശേഷം മാത്രമാണ് ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. ജൂലൈ 1 ശേഷം ഈ പദ്ധതിയിൽ പിന്നീട് ചേരണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമായിരിക്കും പിന്നീട് നമ്മൾ ഇതിനകത്ത് ആളുകളെ ചേർക്കുന്നത്.